അത് നമ്മളെല്ലാം പറയേണ്ടത് പതിസായിരം പ്രവർത്തകരുണ്ടല്ലോ നിയമസഭയും മറ്റൊക്കെ പറഞ്ഞ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ സ്കൂളിലും മറ്റു അധ്യാപകരും ശിഷ്യന്മാരും അധ്യാപകന്മാരോടൊക്കെ ഉള്ള ഈ പാലിക്കേണ്ട ആ നിയമങ്ങളും സ്വഭാവങ്ങളൊക്കെ പഴയ രൂപത്തിൽ തന്നെ ആവണം നമുക്ക് പറയേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ പലതും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് എവിടേക്ക് ഒരു കൊലപായി കുറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മദ്യത്തിൽ ഇതിൽ സമരം, കച്ചീരിയത്തിൽ സമരം, സമരം കുറെ സമരങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഇതിനൊക്കെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്നുള്ളത് പരസ്പരം കൂടി ആലോചിച്ച് അത് മതത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും പിന്നെ രാഷ്ട്രീയമായി നൽകുന്ന ആളുകളൊക്കെ ഈ നാട്ടിലുണ്ടാകുന്ന ഇന്നലുള്ള ഈ അരാജകത്വം ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കൂടി ആലോചിച്ച് അതിന് തക്കതാവുന്ന തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിട്ട് അത് ശിക്ഷിക്കപ്പെടേണ്ടവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട വേണം. അത് ശിക്ഷാത്മകത പറഞ്ഞ് നടപ്പ് വരുത്താൻ കാര്യമില്ല. അപ്പൊ ശിക്ഷിക്കപ്പെട്ടവരെ ഇതല്ലേ നമ്മുടെ തീയതല്ലേ. ഇവിടെ ആർക്കും ഇത് രക്ഷപ്പെടാം, ഇത് കുറ്റം ചെയ്താലും ആർക്കും രക്ഷപ്പെടാം. അതിനൊക്കെ പൊഴുതുകളുണ്ട്. ഇപ്പൊ വരുത്താൻ 5 ഒന്നിച്ചു കൊല്ലുന്നത്, ഒരുത്തിയെ മുറിയാക്കി അവന്റെ ഉമ്മാനെ തന്നെ മുറിയാക്കി കണ്ടില്ലേ. സ്കൂളിലൊരു കുട്ടിയുടെ താമരശ്ശേരിയിലെ കുട്ടിയുടെ 5-6 സുഹൃത്തുക്കൾ കൂടി. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അത് നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. ഭക്ഷണത്തിൽ നമ്മളെല്ലാം കഴിക്കുക എന്നുള്ളത് നമുക്ക് പറ്റില്ല. അതിന് ചില നിയന്ത്രണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിന്റെ, നമ്മളെ വയറിന്റെ ശരീരത്തിൽ വീഴ്ത്തപ്പെടണമെങ്കിൽ അതിന് ചില നിയന്ത്രണങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അന്ന് നമുക്ക് എന്തും കഴിക്കാം, ഏതും കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോയി. ഈ നഫ്സിനെ നമ്മൾ തസ്കിയത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നഫ്സിനെ തസ്കിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താക്കുക, വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. അതോടുകൂടി ഏത് സ്ഥാപനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഭൗതിക സ്ഥാപനങ്ങളെ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മതപരമായ ഇൽമുകളും ഭൗതികവും കൂട്ടി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് നമ്മളെ സ്ഥാപനങ്ങൾ മുഴുവൻ. അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ ഒരു അളവോളുണ്ട് എന്ന് നമുക്ക് പറയും. എന്നാലും പഴയ കാലത്തുള്ള ബഹുമാന ആദരവുകളൊന്നും അധ്യാപകന്മാരും കുട്ടികളൊക്കെ ഇല്ല. ഭൗതിക സ്ഥാപനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സ്കൂളുകളുടെ കുട്ടികളോട്ട് സ്കൂളിലെ അധ്യാപകന്മാരെ ബഹുമാനിക്കപ്പെടണം, അവരെ ആദരിക്കണം, അവരോട് ആദരിക്കണം നമ്മൾ നിൽക്കേണ്ടതെന്നാണ്. നമുക്കൊക്കെ പഴയ കാലത്ത് കിതാബോധിച്ചിട്ടെങ്കിലും നമ്മൾ ബാപ്പാരും മറ്റുള്ളവരൊക്കെ കാരണവന്മാരൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാനും ഞങ്ങൾ കൊണ്ടൂർ സ്കൂളിലൊരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, രാമൻകുട്ടി മാസ്റ്റർ എന്ന് പറയുന്നു. മൂപ്പര് കൊണ്ടൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അപ്പോ മൂപ്പര് കക്കാട്ടുകാരൻ ഇന്ന് ഇവിടെ വിദ്യാർത്ഥികൾക്ക് താമസം മാറ്റി. അപ്പൊ ഞാൻ മൂപ്പര് മരിക്കുന്നതിന് മൂപ്പര് എപ്പോഴും കാണണമെന്ന് സന്ദർശിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പണ്ട് ബസ്സിലൊക്കെ കയറുമ്പോൾ ഞങ്ങൾ 2 ഇരിക്കുന്ന സീറ്റാണെങ്കിൽ മാഷ കണ്ടാല് ഞാൻ എണീച്ചു, ഞാൻ മാഷോട് നിങ്ങളവിടെ ഇരുന്നോണ്ടിരുന്നു. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എണീച്ച് കയറി അവരുടെ രാമകൃഷ്ണൻ എണീച്ചു എന്ന് പറയും. അവിടെ ഞാനവിടെ ഇരിക്കില്ല, നിങ്ങളെ ഇരുന്നോളി എന്ന് പറയാം. പക്ഷെ ഞാനിരിക്കില്ല. അപ്പൊ എന്നോട് ഞങ്ങൾ 3 അവിടെ ഇരിക്കുക ആ സീറ്റിൽ എന്ന് പറയും. അപ്പൊ നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച മാഷന്മാരാണെങ്കിൽ അവര് ഏത് മതക്കാരാണെങ്കിലും നമുക്കൊരു അറിവ് പകർന്നു എന്നുള്ള നിലക്ക് നമ്മൾ അവരെ ബഹുമാനിക്കണം. ഇങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതാണ് നമുക്ക് പഴയ കാലത്ത് നമ്മളെ വാപ്പന്മാരും മറ്റു കാരണന്മാരൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഒരു ബഹുമാന ആദരവ്, ഈ സ്നേഹമൊക്കെ പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്നതല്ലാതെ നമ്മൾ പറയുന്നതല്ല, നമ്മളൊക്കെ മനസ്സിന് അത് പാടില്ലാതെ അത് നമ്മളെ മക്കളിലേക്കും അത് പകർന്നു. മക്കളെ സ്വഭാവങ്ങളും അങ്ങനെയായി പോവുകയാണ്. പഴയ കാലത്ത് വാപ്പാരുടെ വീടിന്റെ മുന്നിലിരിക്കുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ സുഖാശൊക്കെ എത്തി ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ആ പറയുന്ന സമയത്ത് 5 മിനിറ്റ് വരിക നമുക്ക് മുന്നിൽ കൂടി വരാൻ പേടിയായി. കാരണം കഴിയില്ല വാപ്പാന്റെ മുന്നിൽ കൂടി ആ സമയത്ത് വരാൻ. കാരണം 5 മിനിറ്റ് വരികയാൽ മതി ചോദ്യം ചെയ്യും.
ചോദ്യം ചെയ്യപ്പെടുന്നല്ല, ചിലപ്പോൾ അടിയന്നെ ലഭിക്കപ്പെടുന്നു. അപ്പൊ ആ നിലക്ക് അന്ന് വീട്ടിൽ വാപ്പാനെ പേടിണ്ടിരുന്നില്ല, വാപ്പാനെ പേടിണ്ടിരുന്നു. വാപ്പാനെ പേടിക്കണ്ടെന്നാണ് വാപ്പാനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ആ നിലക്കുള്ള ഒരു അവസ്ഥകള് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ആർക്കും നിശ്ചയിക്കാൻ പറ്റില്ല. എവിടെ പരിശോധിച്ചു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അച്ചടക്കരാഹിത്യം നമ്മളിലും നമ്മുടെ മക്കളിലൊക്കെ വളരെ മുമ്പ് ഒരു അങ്ങാടിയിലൊക്കെ ചെന്നാൽ അവിടെ പ്രായമുള്ള ആളുകളുണ്ടാവും, മറ്റുള്ളവരങ്ങനെ ശബ്ദിക്കില്ല, അവരെക്കാൾ പ്രായം കുറഞ്ഞവര്. വാപ്പയാവണമെന്നില്ല, വാപ്പന്റെ പ്രായമുള്ളവരായാലും മതി, അന്ന് ബഹുമാനിക്കുമായി. വാപ്പന്റെ പ്രായമുള്ളവരെയും വാപ്പന്റെ സുഹൃത്തുക്കളെയൊക്കെ ബഹുമാനിക്കും. നമ്മൾ ഉസ്താദന്മാരെ മാത്രമല്ലേ ഇരുന്ന് ബഹുമാനിക്കും, ഉസ്താദന്മാരൊപ്പം പഠിച്ചു വരെ നമ്മൾ ബഹുമാനിക്കും. നമ്മളെക്കാൾ പ്രായമുള്ളവരാരുള്ളവരൊക്കെ നമ്മൾ ബഹുമാനിക്കും. ബഹുമാനവും സ്നേഹമൊക്കെ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനത്തിന് വേണ്ടി നമ്മൾ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വഴുതു പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റു ഉപദേശങ്ങൾ നടത്തുന്നു, മറ്റു ക്ലാസ്സുകളൊക്കെ എല്ലാം പറയുന്നത് ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ ഉണ്ടാവണില്ല. ഈ നിലക്ക് നമ്മളെ ഹൃദയം വളരെ മോശമായി വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ പോലെയാണ്. എന്ന് മാത്രമല്ല, മൃഗങ്ങളെക്കാളും മോശമാണ്. അപ്പൊ മൃഗങ്ങളെക്കാൾ മോശമായ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ മനുഷ്യരിവിടെ വന്നു. നമുക്കിവിടെ സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട്, നീതി പ്രഭാഷണങ്ങളില്ലാത്തതുകൊണ്ട്, ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ആയിട്ട് പ്രഭാഷണങ്ങളുണ്ട്. ഒരുപാട് സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമ തന്നെ 10,000 ജില്ല 14,000-ഓളം മദ്രസകൾ ഈ കേരളത്തിന്റെ പുറത്ത് നമ്മുടെ ഭൂതവികളാവുന്ന അവരുടെ ഹാദിയ സംഘടനകളുടെ നേതൃത്വത്തിൽ സമസ്ത അംഗീകരിച്ച ഒരുപാട് മദ്രസകളാക്കാൻ മറ്റ് നമ്മള് കേരളക്കാരെ ലോകത്തിന്റെ എവിടെയെങ്കിലും നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മദ്രസകളൊക്കെ നമ്മൾ സ്ഥാപിക്കണം. അപ്പൊ പഴയ കാലത്തുള്ളതിനേക്കാൾ ദീനീ വിദ്യാഭ്യാസവും മറ്റുള്ള വിദ്യാഭ്യാസവും ഒക്കെ ഇവിടെ ധാരാളമുണ്ട്. അതിന് വേണ്ടിയുള്ള എന്നെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾക്കോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ എത്രയോ തോടുകളും വയലുകളൊക്കെ കടന്നു പോകേണ്ടി. അന്ന് ഓരോരുത്തർക്കും വീടിന്റെ അടുത്ത് സ്കൂളാണെങ്കിൽ സ്കൂളില്ലെങ്കിൽ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ബസ്സുകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഇതൊക്കെ പൊതുവെ ഒരു അച്ചടക്ക സ്വഭാവങ്ങളാണല്ലോ പഠിപ്പിക്കപ്പെടേണ്ടത്, അതാണ് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് ഒരു ഉസ്താദിനിക്ക് തന്നെ ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു ഉസ്താദ് ഒരു കുട്ടിയോട് എന്തെങ്കിലും ശകാരിച്ച് പറഞ്ഞാൽ ആ ഉസ്താദിനെ എന്റെ പേരിൽ കേസ് കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെടുന്ന അവസ്ഥകളാണ്. ഉസ്താദ് വേറെ ഒരു അധ്യാപകൻ മറ്റ് ഒരു അധ്യാപകന് അങ്ങനത്തെ അനുഭവം ഉണ്ടായാൽ ആ അധ്യാപകനും അങ്ങനെ തന്നെ. പണ്ടൊക്കെ വാപ്പാര് കുട്ടികളെ സ്കൂളിലും മദ്രസയിലൊക്കെ കൊണ്ടാക്കുമ്പോൾ പറയുന്നത് അവൻ കുരുത്തകൾ കട്ടിയാൽ നമ്മൾ അടിച്ചുപൊളി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവനെ ശരിക്കും സാധിച്ചുപൊളി എന്ന് പറയും, അല്ലെങ്കിൽ അവനെ ദേഷ്യപ്പെട്ടുപൊളി എന്ന് പറയും. അപ്പൊ നമ്മൾ ഉസ്താദന്മാരെയും അധ്യാപകന്മാരെയും ഒക്കെ പേടിച്ചായിരിക്കും ജീവിക്കുന്നത്. ഇന്ന് പേടി നമ്മളെ മനസ്സിലുണ്ടാകാൻ പാടില്ല എന്നാണ്. പേടിണ്ടായ പഴയ പഠിച്ചു, പേടിയുണ്ടായിട്ട് പഴയ കാലത്ത് പഠിച്ചില്ലേ, പേടിയോടുകൂടി നമ്മൾ പഠിച്ചില്ല. അപ്പൊ പേടി എന്ന് പറഞ്ഞത് ബഹുമാനം, ആദരവ്, പേടി, വലിയവരെ ബഹുമാനിക്കുക, അവരൊരു പേടിയൊക്കെ ഉണ്ടാവും. നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ? കുല്ലുക്കും റായുമ്പോ മസ്കൂലിൽ നിന്ന് റായ ചെയ്യുന്നല്ലേ സ്കൂൾ പറഞ്ഞത്. ഇവിടെ ഓരോരുത്തരും അവര് ചില സംഗതികൾ ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും അവനോട് ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളുണ്ടാവും. അത് രാഷ്ട്രത്തലവനാണെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ളവരെ നിയന്ത്രിക്കേണ്ട രാഷ്ട്രത്തിലാണ്. അങ്ങനെ അത് ഓരോ ഏരിയകളനുസരിച്ച് വ്യത്യാസങ്ങളും വീട്ടിൽ നിയന്ത്രിക്കേണ്ട ഒരാളുണ്ടാവണം. അതാണ് വീട്ടിലുള്ള മാതാവും വീട്ടിലുള്ള പിതാവും ഒക്കെ. ഈ നിയന്ത്രണം നമ്മളോട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കണം. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണല്ലോ താല്പര്യം. നമ്മളെ ശ്രദ്ധിക്കണം എന്നാണ്. നമ്മള് വൈബുകളിലായി ദുർമാർഗത്തിലേക്ക് സഞ്ചരിച്ച്
ദുർമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് നരകത്തിലേക്ക് ചെന്ന് കെട്ടാൻ പാടില്ല. നമ്മളെ സ്വന്തം നഫ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സ്വന്തം നഫ്സിനെ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണ നിങ്ങളെ കൈ പിടുത്തത്തിൽ ഒതുങ്ങണ എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ വീട്ടുകാരാണെങ്കിൽ വീട്ടിന്റെ രക്ഷിതാക്കൾക്ക് അധികാരങ്ങളുണ്ട്. വീട്ടിൽ ഒരു നാട്ടിലുള്ള കമ്മിറ്റിക്ക് ആ നാട്ടില് അയാൾക്ക് ആ കമ്മിറ്റിക്ക് ചില അധികാരങ്ങളുണ്ടാവും. നാട്ടിൽ ദർശനത്തിന് ഉസ്താദിക്ക് അധികാരങ്ങളുണ്ടാവും, ഖതീബിനിക്ക് അധികാരങ്ങളുണ്ടാവും, മദ്രസയിലെ മാലിന്യങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ടാവും, സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് ചില അധികാരങ്ങളുണ്ടാവും. അതായത് സ്കൂൾ പറഞ്ഞ കുറവായി നിങ്ങൾക്കൊക്കെ ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരും നിയന്ത്രിക്കേണ്ടവരുമാണ് നിങ്ങൾ. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട മേഖലയിലുള്ള ഓരോരുത്തരെ പറ്റിയും അവർ പേച്ചു പോയാൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്കൊക്കെ ചില അധികാരങ്ങളുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മളെ വീടിനെ നമ്മൾ നന്നാക്കേണ്ടവരാണ്, നമ്മളെ നാടിനെ നമ്മൾ നന്നാക്കേണ്ടവരാണ്, നമ്മളോട് നന്നാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, അവരൊക്കെ നമ്മൾ നന്നാക്കേണ്ടവരാണ്. ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ നമ്മൾ എന്തായി എന്ത് ആവട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നന്നാവില്ല എന്ന് വിചാരിച്ച് നമ്മളെ മക്കളെ നമ്മളൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയവരെ നിയന്ത്രിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ഇവിടെ ഉണ്ടായിത്തീരുന്നത് ഇതുപോലുള്ള വളരെ വേദനാജനകമായ വാർത്തകളും മറ്റുള്ള വിവരങ്ങളായിരിക്കും കേൾക്കപ്പെടാം.